എന്റെ ചോദ്യം അള്ളാന്റെ റസൂലിന്റെ ദുആയാ ഇത്. എന്റെ ഖബർ ബിംബമാക്കരുത്, ആരാധിക്കുന്ന ബിംബമാക്കരുത്. എന്റെ അയാൾ പറയാ കിടത്തിയ ബിംബാണ്. അപ്പോഴാ ഞാൻ ചോദിച്ചത് ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? ഉത്തരം കിട്ടിയെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? ഉത്തരം കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. എന്നാ പിന്നെ ഉത്തരം കിട്ടുന്നവരാരാ? ദ്വാരന ഉത്തരം കിട്ടുന്നവരാരാ? നിങ്ങളല്ലേ ഉദൂനി അസ്തജിബിലക്കും ദ്വാരനോടി ഉത്തരം കിട്ടുന്ന അള്ളാന്റെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടൂല എന്നാ നിങ്ങൾ പറയുന്നത്. ഇതിന്റെ മറുപടി ജീവനുള്ള മുജാഹിദ് ഉണ്ടെങ്കിൽ പറയണം, ജീവനുണ്ടെങ്കിൽ പറയണം. നാളെ ഇതിനേക്കാൾ പത്രത്തിൽ രസമുള്ള വരാൻ പോലും, മറ്റന്നാൾ അതിനേക്കാൾ രസമുള്ള വരും. 4 ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് കാണിച്ചു അതൊന്ന് കേൾപ്പിച്ചിട്ട് കടത്തിയിട്ട ബിംബം, ജാറമാകുന്ന ബിംബം, അതുണ്ടല്ലോ നിങ്ങൾക്ക്. ഓരോ ജാറങ്ങൾ ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 250 വോൾട്ടേജ് അപ്പുറം അപ്പുറം ഇട്ടിട്ട് തെക്ക് വടക്ക് കടത്തിയ ബിംബം നിങ്ങൾക്കുണ്ട്. അല്ലാഹുവേ എന്റെ ഖബറിന് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. കണ്ടിട്ടുണ്ടാവാൻ അവര് നിർത്തിയതാണ്, നിങ്ങൾ കിടത്തിയതാണ്. ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മദീനത്തെ പള്ളിയോട് തൊട്ട് കിടത്തിയിട്ടുണ്ട്. ആ കിടത്തിയത് ബിംബമാണെന്നാണ് നിങ്ങളുടെ വാദം. അവിടെ നിങ്ങളെ നേതാക്കന്മാരില്ലേ? നിങ്ങളെ നേതാക്കന്മാർ മുഴുവനും സൗദി അറേബ്യയിലെ പണം തിന്നുകൊണ്ട് ജീവിക്കുന്നില്ലേ? അവിടെ കുറെ നേതാക്കന്മാര്, അവരൊക്കെ എന്തുകൊണ്ട് ഇത് ബിംബമാണെന്ന് പറയുന്നില്ല? നിങ്ങൾ ഇവിടെ ഓതിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ശരീരം വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. റസൂലുള്ളാഹിക്ക് ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാ ആ ജാറം എങ്ങനെ അവിടെ നിന്നു? ആ കുബ്ബ എങ്ങനെ അവിടെ ഉണ്ടായി? ആ റസൂലുള്ളാഹിനോട് വിളിച്ചു തരുന്ന പദ്യം എങ്ങനെ ആ ചുമരുമേൽ വന്നു? നിങ്ങൾ മറുപടി പറയണം. റസൂലുള്ളാഹിക്ക് ആ ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? അപ്പൊ മനസ്സിലായി, അത് ബിംബമാക്കലല്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുബ്ബ ബിംബമാക്കലല്ല. നിങ്ങൾ പൊളിക്കാൻ നടക്കുന്ന ആളാണ്, പക്ഷേ അത് ബിംബമാക്കൽ. കാരണം റസൂലുള്ളാഹിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വാദമുണ്ടോ? സൗദി അറേബ്യയിൽ ബിംബം വെച്ച് ആരാധിക്കും നിങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുമോ? നിങ്ങൾ പറയണം അതിന് മറുപടി. അവിടെ കുബ്ബയില്ലേ, അവിടെ ഖബറില്ലേ? ഞാൻ നേരിട്ട് ചോദിച്ചില്ലേ മൗലവിമാരോട്? ചോദിച്ചില്ലേ? ഇത് ഞാൻ പേടിച്ചോടലാണ് അല്ലേ? ആരാ പേടിച്ചോടൽ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ നാദാവർക്ക് നല്ല കെട്ടും തന്നിട്ടേ വിടുള്ളൂ. ഇനി ഒന്നും കൂടി പറയട്ടെ, ഖബറിന്റെ അടുക്കല് പള്ളി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? നാദാവരം ജുമാഅത്ത് പള്ളിയുടെ തൊട്ട് മക്ബറകളില്ലേ? അത് ബിംബം വെച്ചതാണോ? മുദാക്കര ബിംബം വെച്ചതാണോ? പെരിങ്ങത്തൂർ ബിംബം വെച്ചതാണോ? മദീനയിൽ ബിംബം വെച്ചതാണോ? എന്റെ ചോദ്യമാ. ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ പോകുന്ന മദീന, അവിടെ ഖുബ്ബയില്ലേ, ഖബറില്ലേ? റസൂലുള്ള ബിംബമാണോ? ഈ ചോദ്യത്തിന് മറുപടി പറയണം മൗലവിമാര്. മൗലവിമാരെ മനസ്സിലാക്കി ലൂസാന്ന് പറഞ്ഞു പോവാന്നാ. നിങ്ങൾ ഓർത്തോളണം, മുജാഹിദിൽപ്പെട്ട ചില ആളുകൾക്ക് ലൂസുണ്ട്. എല്ലാവരും മുജാഹിദിലുള്ള ലൂസാന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരിത് മനസ്സിലാക്കാതെ പെട്ടുപോയവരാ. അല്ലാഹു തആലക്ക് സത്യം മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ 4 ദിവസത്തെ പ്രസംഗം നിഷ്പക്ഷമായി കേട്ട് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാം. സെലഫികളാണെന്ന് സെലഫിയാണ് ശരിയെന്ന് മനസ്സിലാക്കി പെട്ടുപോയ സർവ്വ മുജാഹിദുകൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് കണ്ടോ നിങ്ങൾ? ഇത് വിശദീകരിച്ചുകൊണ്ട് അതാ സഹോദരന്മാരെ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതി രേഖപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് നിങ്ങൾ ഓർക്കണം. അതാ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വിഷയം ഇതെടുത്തുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി പറയുന്നു. ഫഅമ്മാ മൻ ഇത്തഖദ മസ്ജിദൻ ഫീ ജിവാരി സാലിഹിൻ, ഒരു മഹാന്റെ സമീപത്ത് ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു. വഖസദ തബറുക ബിൽ ഖുർബി മിൻഹു, അതിന്റെ അടുക്കൽ നിൽക്കുന്നുകൊണ്ട് ബറക്കത്ത് ഉദ്ദേശിച്ചു. ലതഅദീമു ലഹു, അതിനെ ബഹുമാനിക്കലല്ല, അഥവാ അതിലേക്ക് സുജൂദ് ചെയ്തുകൊണ്ടുള്ള ബഹുമാനമല്ല. വലത്തവജ്ജുഹു നഹ്വു, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചുകൊണ്ട് ഖിബ്ല പോലെയുള്ള ആദരവുമല്ല. ഫലാ യദ്ഖുലു ഫീ ദാലികൽ വഈദി, അത് ഈ പറഞ്ഞ കുഴപ്പത്തിൽ പെട്ടത് അല്ല, താക്കീത് ചെയ്യപ്പെട്ട വിഷയത്തിൽ പെട്ടതല്ല എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ബറക്കത്തിന് വേണ്ടിയുള്ളത് പ്രശ്നമല്ലെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഇത് മൂടി വെച്ചിട്ട് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തല്ലേ നിങ്ങൾ ചെയ്തത്?